ഹലോ, ക്രിസ്മസ് ആയല്ലേ? നമ്മുടെ ഇടവകയിലെ ഒരു കൊച്ചുമിടുക്കിയായ ആഗ്നക്കുട്ടി നമുക്ക് വേണ്ടി ഒരു ക്രിസ്മസ് സന്ദേശം ഇതാ പങ്കുവെക്കുന്നു. നമുക്ക് കേൾക്കാം. നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ക്രിസ്തുമസ് ആശംസകൾ. നമ്മളെല്ലാവരും ഉത്സാഹത്തോടെ ആഘോഷിക്കുന്ന ക്രിസ്തുമസിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. യേശു ക്രിസ്തുവിൻ്റെ ജന്മദിനമാണ് ക്രിസ്തുമസ്. ഡിസംബർ 25-ാം തീയതിയാണ് ക്രിസ്തുമസ് ആഘോഷിക്കുന്നത്. 2000 വർഷങ്ങൾക്ക് മുൻപ് ബെത്ലഹേമിലെ ഒരു കാലിത്തൊഴുത്തിൽ ജോസഫിന്റെയും മേരിയുടെയും മകനായി ഉണ്ണി യേശു പിറന്ന പുണ്യദിനമാണ് ക്രിസ്തുമസ്. ക്രിസ്തുവിന്റെ കുർബാന എന്ന അർത്ഥം വരുന്ന ക്രിസ്റ്റോസ് മാസെ എന്ന 2 പദങ്ങളിൽ നിന്നാണ് ക്രിസ്തുമസ് ഉണ്ടായത്. ലോകരക്ഷകനായ യേശു ക്രിസ്തു ലോകത്തിന് മുഴുവൻ സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും ആശംസയുമായിട്ടാണ് യേശു ക്രിസ്തു പിറന്നത്. കാലിത്തൊഴുത്തിൽ ഉണ്ണിയേശു പിറന്നപ്പോൾ മാലാഖമാർ പാടിയത് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നാണ്. സകല ജനങ്ങൾക്കും വേണ്ടിയുള്ള സദ്വാർത്തയുമായിട്ടാണ് ക്രിസ്തുമസ് ആഘോഷിക്കുന്നത്. മനുഷ്യർക്ക് ഒരു സന്തോഷത്തിന്റെ ദിവസം കൂടിയാണ്. നാനാജാതി മതസ്ഥരും നക്ഷത്രങ്ങൾ തൂക്കിയും പുൽക്കൂടൊരുക്കിയും കരോൾ ഗാനങ്ങൾ പാടിയുമാണ് ക്രിസ്തുമസ് ആഘോഷിക്കുന്നത്. അപ്പോൾ മനുഷ്യവർഗം ഒന്നാണെന്ന വിശാലമായ കാഴ്ചപ്പാടിലേക്കാണ് നാം എത്തിച്ചേരുന്നത്. ഈ വരുന്ന ക്രിസ്തുമസ് ദിനത്തിൽ നമുക്കൊരു തീരുമാനമെടുക്കാം. മറ്റുള്ളവർക്ക് നന്മയിലേക്കുള്ള വഴികാട്ടിയായ ഒരു നക്ഷത്രമായി മാറാം. നിന്നെ പോലെ നിന്റെ അയൽക്കാരെ സ്നേഹിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് യേശുക്രിസ്തുവിന്റെ മുൻപിൽ ശിരസ്സുകൾ നമിച്ചുകൊണ്ട് നിർത്തുന്നു. മനസ്സിൽ സ്നേഹത്തിന്റെ പുൽക്കൂട് തീർത്ത് ഉണ്ണീശോയെ വരവേൽക്കാനായി എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ക്രിസ്തുമസിന്റെയും പുതുവത്സരത്തിന്റെയും ആശംസകൾ നേരുന്നു. താങ്ക് യു.